കാലത്തും ഇങ്ങനെ ഇത്രയും അലംഭാവം അല്ലെ, ദൂർത്തടിക്കൽ കട്ടുമുടിക്കൽ ഇത് മാത്രം നടത്തിയ ഒരു നാട്ടിലേക്കാണ്, അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്കാണ് വി.ഡി. സതീശൻ ഇതിന്റെ ഭരണസാരഥ്യം ഏറ്റെടുക്കുന്നത്. സതീശനെ ഞാൻ സമ്മതിച്ചു പോയത് എന്താണെന്നറിയോ, സാധാരണ രീതിയിൽ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഒരു മുഖ്യമന്ത്രി ഇരിക്കുമ്പോൾ അയാൾ പതറിപ്പോകും. എന്ത് ചെയ്യണം? ഇപ്പൊ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നമുക്ക് എന്തും വിളിച്ചു പറയാം, പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എന്തും വിളിച്ചു പറയാം. പക്ഷെ ഭരണപക്ഷത്തിരിക്കുമ്പോൾ ഇത് നടത്തണ്ടേ? മാസാമാസം ശമ്പളവും പെൻഷനും ഈ ക്ഷേമ പദ്ധതികളൊക്കെ കൊടുക്കണ്ടേ? സാധാരണ രീതിയിൽ കൊടുക്കാൻ തന്നെ പറ്റുന്നില്ല. പിന്നെയാണ് ഈ അമിതമായ ഭാരം. പെൻഷൻ കമ്പനിക്ക് കൊടുക്കണം 17,000 കോടി, ഈ കരാറുകാർക്ക് കുടിശ്ശിക കൊടുക്കണം, മരുന്ന് കമ്പനിക്ക് കുടിശ്ശിക കൊടുക്കണം, സിവിൽ സപ്ലൈസിന് കുടിശ്ശിക കൊടുക്കണം, കുട്ടികൾക്ക് സ്കോളർഷിപ്പിന് കുടിശ്ശിക കൊടുക്കണം, പിന്നെ സർക്കാർ ജീവനക്കാർക്ക് DADR എന്ന് പറഞ്ഞാൽ അത് കോടികൾ. ഇപ്പോഴും പക്ഷെ ഈ പ്രതിസന്ധി ഒക്കെ ഉണ്ടായിട്ടും നിങ്ങൾ വി.ഡി. സതീശന്റെ ശരീരഭാഷ നോക്കിയിട്ടുണ്ടോ? വി.ഡി. സതീശൻ ഈ കഴിഞ്ഞ 40 ദിവസവും വി.ഡി. സതീശന്റെ ആ ശരീരഭാഷ, ആ ബോഡി ലാംഗ്വേജ് എത്ര ആത്മവിശ്വാസത്തിലാണെന്ന് അറിയോ? വി.ഡി. സതീശൻ പറയുന്ന ഓരോ കാര്യങ്ങളും. നേരെ കുറച്ച് അപ്പുറത്ത് പ്രതിപക്ഷ നേതാവ്, പഴയ മുഖ്യമന്ത്രി, കാരണഭൂതം ആകെ വിളറി വെളുത്തിരിക്കുകയാണ്. കാരണഭൂതത്തിന് വാക്കുകളൊന്നും വരുന്നില്ല. കാരണഭൂതത്തിന് വാക്കുകൾ വരുന്നില്ല, പ്രതിരോധിക്കാനാവുന്നില്ല ആർക്കും, പ്രതിപക്ഷത്തെ ആർക്കും. അപ്പോഴാണ് വി.ഡി. സതീശൻ കൃത്യമായ ക്ലാരിറ്റിയോടെ, കാരണം വി.ഡി. സതീശന് ഒരു വിഷൻ ഉണ്ട്, ഈ കേരളത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിനെ കുറിച്ച് വളരെ ക്ലിയർ ആയ ഒരു ചിത്രം, വിശദമായൊരു പദ്ധതി, ഒരു കാഴ്ചപ്പാട് വി.ഡി. സതീശനുണ്ട്. കഴിഞ്ഞ 10 വർഷം പിണറായി വിജയൻ ഇല്ലാതിരുന്ന ആ ഒരു വിഷനാണ് വി.ഡി. സതീശനുള്ളത്. അത് നടപ്പാക്കാനുള്ള ഒരു ഇച്ഛാശക്തി. അതാണല്ലോ നമ്മൾ ഇതിൽ കണ്ടത്. ഇതില് ഈ വിവാദം, അതായത് ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് വി.ഡി. സതീശൻ നികുതി കുറച്ചിരിക്കുന്നു. വീര്യം കുറഞ്ഞ മദ്യത്തിന് വി.ഡി. സതീശൻ എന്താ ചെയ്തത്? നികുതി കുറച്ചിരിക്കുന്നു. ഇതായിരുന്നല്ലോ ആരോപണം. വീര്യം കുറഞ്ഞ മദ്യം ഇവിടെ ഉണ്ടാക്കണം അല്ലെങ്കിൽ വിൽപ്പന നടത്തണം എന്ന് തീരുമാനിച്ചത് ഇടതു മുന്നണിയാണ്, പിണറായി സർക്കാരാണ്. അതിനുള്ള വ്യവസ്ഥകളൊക്കെ ഉണ്ടാക്കി വെച്ചു. പക്ഷെ നികുതി നിശ്ചയിച്ചില്ല. സതീശൻ നികുതി നിശ്ചയിച്ചു. മാത്രമല്ല സതീശൻ പറഞ്ഞു ഈ നികുതി ആയിരിക്കും ഇത് 1-ാം തീയതി വരുന്ന ഫിനാൻസ് ബില്ലിൽ, അതിന്റെ കരട് രേഖയിൽ ഈ നികുതി വളരെ കൃത്യമായിട്ടുണ്ട്. അയ്യേ അത് പാടില്ല, അത് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് സതീശൻ തീരുമാനിച്ചതാണ്, അതിൽ നിന്ന് പിന്മാറണം, അത് മാറ്റണം, മദ്യനയം വരട്ടെ എന്നൊക്കെ ആരാ പറഞ്ഞത്? ഇവിടത്തെ പ്രതിപക്ഷം മുഴുവനും പറഞ്ഞു. മാത്രമല്ല കോൺഗ്രസിനുള്ളിലുള്ള വി എം സുധീരനെ പോലുള്ള ആദർശവാദികൾ എന്ന് പറയുന്ന മുരട്ടുവാദികൾ, സതീശൻ ഒന്നും കേട്ടില്ല. പോയി പണി നോക്കാൻ പറഞ്ഞു സതീശൻ. അതാണ് സതീശൻ. കാരണം ഞാനൊരു കാര്യം തീരുമാനിച്ചാൽ അത് ഞാൻ നടപ്പിലാക്കും. അതല്ലേ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഏതെങ്കിലും ഒരു നേതാവ് പറയാറുണ്ടോ 100+ സീറ്റുകൾ കിട്ടിയില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും? പറഞ്ഞത് സതീശനാണ് അല്ലേ? ഈ തിരഞ്ഞെടുപ്പിൽ 100+ സീറ്റുകൾ UDF-ന് കിട്ടിയില്ല എങ്കിൽ ഞാൻ വനവാസത്തിന് പോകും എന്ന് പറഞ്ഞ നേതാവാണ് സതീശൻ. 13 മന്ത്രിമാരും തോൽക്കുമെന്ന് പറഞ്ഞു അല്ലേ? തോറ്റില്ലേ? 102 സീറ്റ് കിട്ടിയില്ലേ? ഇന്ന് നിയമസഭയിൽ സതീശൻ പ്രസംഗിക്കുകയാണ് കേട്ടോ. സതീശൻ ഓരോ സമയവും എഴുന്നേറ്റുന്നാലേ ഇപ്പൊ പറയുന്നത് എന്താണെന്നറിയോ? ഈ പഴയ സിനിമകളൊന്നും കാണാൻ ആളില്ല എന്നാ പറയുന്നത്. അതായത് രഞ്ജിത്ത് പണിക്കർ, ഷാജി കൈലാസ് ടീമിന്റെ ത്രില്ലർ സിനിമകൾ ഉണ്ടല്ലോ, ആ സിനിമകളൊക്കെ കാണും പോലെ ത്രില്ലടിച്ച് നമുക്ക് കാണാം. ഈ നിയമസഭ ഈ സതീശൻ രംഗത്ത് വന്നാലുണ്ടല്ലോ നമ്മൾ കയ്യടിച്ചു പോകും. ആ രീതിയിലല്ലേ സതീശന്റെ പ്രസന്റേഷൻ അല്ലേ? ഇന്ന് സതീശൻ പറഞ്ഞത്, സതീശൻ സംസാരിക്കുമ്പോൾ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് പ്രതിപക്ഷ നിരയിലുള്ള ഒരുപാട് ആൾക്കാർ ശ്രമിക്കും. ഇതാണ് ഇവർക്ക് ആകെ ചെയ്യാൻ പറ്റിയതാണ്. കൂക്കി വിളിയും ബഹളവും അത് പ്രതിപക്ഷം ഉണ്ടാക്കുന്നുണ്ട്. സതീശൻ പറഞ്ഞു ഞാൻ പണ്ട് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോ നിങ്ങൾ 99 ആൾക്കാരുണ്ടല്ലോ, നിങ്ങൾ 99 ആൾക്കാരുടെ മുന്നിൽ ഞാൻ ഒറ്റക്ക് നിന്നിട്ട് ഞാൻ പറയാനുള്ളത് മുഴുവൻ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പറയാതെ പോയിട്ടില്ല ഞാൻ. ഇപ്പൊ ഞാൻ ഭരണപക്ഷത്താണ് നിൽക്കുന്നത്. എന്റെ ഒപ്പം 101 പേരുണ്ട്. ഞാനും 101 പേരും അല്ലേ? അങ്ങനെ തന്നെയാ പറഞ്ഞത്. ഞാനും 101 പേരുണ്ട്. നിങ്ങൾ അവിടെ നിൽക്ക്, ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞിട്ടേ പോകൂ. നിങ്ങൾ എന്തൊക്കെ ഒച്ചപ്പാടുണ്ടാക്കിയാൽ. അതാണ് സതീശൻ. അതോടെ ഈ പ്രതിപക്ഷമാകെ നിരായുധരെ. അവർക്ക് എന്താ പറയാനുള്ളത്? വീണ്ടും ഇങ്ങനെ കൂക്കി വിളിക്കാൻ പറ്റുമോ? ഇന്ന് ഈ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി, അതായത് പിണറായി വിജയൻ സർക്കാരിന്റെ ഏറ്റവും വലിയ തട്ടിപ്പ്, സ്ത്രീകളെ ഏത് രീതിയിലാണ് വഞ്ചിച്ചത് എന്നുള്ളതിന്റെ ഏറ്റവും പ്രത്യക്ഷത്തിലുള്ള ഒരു ഉദാഹരണമാണ് ഈ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി.
അതായത് മറ്റു പെൻഷൻ പദ്ധതികളിൽ നിന്നും അംഗമല്ലാത്ത ഒരു നിശ്ചിത പ്രായ പരിധിയിലുള്ള സ്ത്രീകൾക്ക് 1000 രൂപ പ്രതിമാസം നൽകുന്ന ഒരു പദ്ധതിയാണ് വീട്ടമ്മമാർക്ക് പെൻഷൻ. അങ്ങനെയാണ് അതിന്റെ ഒരു സാധാരണ രീതിയിലുള്ള അതിനെ വിശേഷിപ്പിക്കുന്നത്, വീട്ടമ്മമാർക്ക് പെൻഷൻ 1000 രൂപ. ഇത് LDF-ന്റെ പ്രകടന പത്രികയിലുള്ളതാണ്. LDF-ന്റെ പ്രകടന പത്രികയിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് എന്ന് പറഞ്ഞാൽ ഒന്നാം പിണറായി സർക്കാരിന്റെ ഈ പ്രകടന പത്രികയിലും ഇതുണ്ടായിരുന്നു, വീട്ടമ്മമാർക്ക് പെൻഷൻ നൽകും. രണ്ടാം പിണറായി സർക്കാരിന്റെ ഈ പ്രകടന പത്രികയിലും ഇതുണ്ടായിരുന്നു, വീട്ടമ്മമാർക്ക് പെൻഷൻ നൽകും. എന്നിട്ട് ഈ പറയുന്ന അധമന്മാര്, ഈ പറയുന്ന നെറികെട്ടവന്മാര് എപ്പോഴാണ് ഈ പെൻഷൻ പദ്ധതി ആരംഭിച്ചതെന്നറിയോ? എപ്പോഴാണ് ആരംഭിച്ചത്? കഴിഞ്ഞ ഫെബ്രുവരി എന്ന് പറഞ്ഞാൽ മാർച്ചോടെ തീരുകയാണ്. ഇക്കഴിഞ്ഞ മാർച്ചോടെ പിണറായി വിജയന്റെ 10 വർഷത്തെ ദുർഭരണം അവസാനിക്കുകയാണ്. ഏപ്രിലിൽ തെരഞ്ഞെടുപ്പ് വരികയാണ് എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിന് ഒരു മാസം മുമ്പ് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളൊക്കെ നിലവിൽ വരുന്നതിന്റെ ഒരാഴ്ചയോ 2 ആഴ്ചയോ മുമ്പാണ് 10 കൊല്ലം മുമ്പ് പറഞ്ഞ കാര്യം. 10 കൊല്ലം മുമ്പ് പ്രകടന പദ്ധതി പറഞ്ഞ കാര്യമാണ് ഞങ്ങൾ ഇതാ വന്നാൽ നടപ്പിലാക്കുന്നത്. ഈ സ്ത്രീ സുരക്ഷാ പദ്ധതി, ഈ വീട്ടമ്മമാർക്ക് പെൻഷൻ, അത് നടപ്പിലാക്കിയത് എപ്പോഴാണ്? ഫെബ്രുവരി മാസം, ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ നിന്ന്. എന്ന് പറഞ്ഞാൽ പോകാൻ വേണ്ടി പോകുമ്പോൾ ഈ പറയുന്ന ഈ പെൻഷൻ പദ്ധതി നടപ്പാക്കുകയാണ്. എന്നിട്ട് ആകെ 2 മാസം എന്ന് പറഞ്ഞാൽ ഈ ഫെബ്രുവരിയിലും മാർച്ച് കഴിഞ്ഞു, ഫെബ്രുവരിയിലും മാർച്ചിലും 2 മാസമാണ് കൊടുത്തത്. എന്ന് പറഞ്ഞാൽ ഈ 10 വർഷം എന്ന് പറഞ്ഞാൽ ഇത്രയും നീണ്ട കാലയളവ് പറഞ്ഞ് പറ്റിച്ചിട്ട് അവസാനത്തെ 2 മാസം എവിടെ നിന്നൊക്കെയോ കുറെ സ്ത്രീകളെ ഇതിനൊക്കെ ഒരു പ്രൊസീജിയർ വേണ്ടേ? ഇങ്ങനൊരു പെൻഷൻ പദ്ധതി ആണെന്ന് വിചാരിക്കുക. എങ്ങനെയാണ് സെലക്ട് ചെയ്യുക? അതായത് മറ്റു പെൻഷനുകളൊന്നും വാങ്ങാത്ത ഈ നിശ്ചിത പ്രായപരിധിയിലുള്ള സാമ്പത്തിക സ്ഥിതി അതിൻ്റെ ഒക്കെ മാനദണ്ഡം വെച്ച് അത്തരപ്പെട്ട സ്ത്രീകളുടെ ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് സെലക്ട് ചെയ്യണ്ടേ? ഇത് വരുന്ന അപേക്ഷിക്കുന്ന ആൾക്കാർക്ക് മുഴുവൻ കൊടുക്കുകയാണ്. അന്വേഷിക്കണ്ടേ? ഇത് ഇവർക്ക് അർഹരാണെന്ന് അന്വേഷിക്കണ്ടേ? ആരാ അന്വേഷിച്ചത്? അതാണ് ഇന്ന് സതീശൻ പറഞ്ഞത്. ഒരു കമ്മിറ്റിയും ഞങ്ങളൊക്കെ എം എൽ എമാരായിരുന്നില്ലേ ഞങ്ങളുടെ നിയോജക മണ്ഡലങ്ങളിൽ? ഏത് കമ്മിറ്റി? ആരാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തിയത്? ആരാണ് ഇവിടുത്തെ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ? ആരാണ് ഈ ലോക്കൽ കമ്മിറ്റിയും CPM-ന്റെ ലോക്കൽ കമ്മിറ്റിയും CPM-ന്റെ ബ്രാഞ്ച് കമ്മിറ്റിയും CPM-ന്റെ ഏരിയ കമ്മിറ്റിയും ആ കമ്മിറ്റികളിലാണ് തീരുമാനിച്ചത് ആർക്കൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞാൽ എല്ലാ സഖാത്തികൾക്കും, അല്ലെ? എല്ലാ സഖാത്തികൾക്കും അന്തം കമ്പനിമാർക്കും അവരുടെ പേര് ലിസ്റ്റ് എഴുതിയിട്ട് അവർക്ക് 1000 രൂപ 2 മാസം ഫെബ്രുവരിയിലും മാർച്ചിലും കൊടുത്തു. ഇപ്പൊ പറയുന്നത് ഇത് സതീശൻ എന്ന് പറഞ്ഞു കൊടുക്കില്ല. നിങ്ങളെ ഈ പറയുന്ന തട്ടിപ്പ് പരിപാടി ഉണ്ടല്ലോ, കൊടുക്കില്ല. ഞങ്ങളെ പഠിക്കട്ടെ, നിങ്ങളുടെ ലിസ്റ്റ് ഉണ്ടല്ലോ, നിങ്ങൾ തയ്യാറാക്കിയ ലിസ്റ്റ് എത്ര അനർഹരുണ്ട് നോക്കട്ടെ, ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത് നോക്കട്ടെ, എന്നിട്ട് അക്കാര്യം തീരുമാനിക്കാം. ഇതാണ് ക്ലാരിറ്റി എന്ന് പറയുന്നത്. അല്ലാതെ ഇവരുടെ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഇത് അടിയന്തര പ്രമേയത്തിന്, അതായത് ഈ സ്ത്രീ സുരക്ഷാ പദ്ധതി അട്ടിമറിച്ചു, അതായിരുന്നു AC മൊയ്തീൻ കൊണ്ടുവന്ന ഈ ഒരു അടിയന്തര പ്രമേയമാണ് ഇന്ന് നിയമസഭയിൽ. അതായത് സ്ത്രീ സുരക്ഷാ പദ്ധതി VD സതീശൻ സർക്കാർ അട്ടിമറിച്ചു, അടിയന്തര പ്രമേയം. അതിനുള്ള മറുപടി പറയായിരുന്നു മുഖ്യമന്ത്രി. എന്നിട്ട് പറഞ്ഞു കൊടുക്കില്ല. നിങ്ങൾ ഈ പോകുന്ന പോക്കില് ഈ ഒരു 2 മാസം ആർക്കാണെന്ന് പറഞ്ഞാൽ കുറെ സ്ത്രീകൾക്ക് നിങ്ങൾ ഇങ്ങനെ 1000 രൂപയായിട്ട് കൊടുത്തു. ആകെ 2 മാസം. നിങ്ങൾ ഇത്രയും കാലം 10 കൊല്ലം ഇവിടെ ഭരിച്ചിട്ട് നിങ്ങൾ ഒന്നും ചെയ്തില്ല. നിങ്ങൾക്ക് സ്ത്രീകളോട് എന്ത് പ്രതിബദ്ധതയാണ് നിങ്ങൾക്കുള്ളത്? ഞങ്ങളിത് പഠിക്കട്ടെ. ഇതിലെന്താണ് ഇത് വളരെ സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതാണ്. അല്ലാതെ നിങ്ങൾ അവിടുന്ന് ലോക്കൽ കമ്മിറ്റിക്കാര് തരുന്ന ലിസ്റ്റ് അനുസരിച്ച് ആൾക്കാർക്കൊക്കെ പൈസ എടുത്തു കൊടുക്കുകയാണോ? ഇതാണ് സതീശൻ, ഇതാണ് ക്ലാരിറ്റി. പറയേണ്ടത് പോലെ പറയുക, ശക്തമായി പറയുക. പിണറായി വിറച്ചുപോയി. മറുപടി പറയാനോ? എന്ത് മറുപടി പറയാനാണ്? എന്നിട്ട് പറഞ്ഞു കണ്ടു പഠിക്കുക. ഞങ്ങൾ ഇത് ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ ഞങ്ങൾ തീരുമാനിച്ചു സൗജന്യ യാത്ര, സ്ത്രീകൾക്ക് ഈ KSRTC-യിൽ സൗജന്യ യാത്ര എന്ന് പറയുന്ന പദ്ധതി ഞങ്ങൾ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിച്ചു. 1 മാസം തികയുന്നതിന് മുമ്പ് ഞങ്ങൾ ഇത് നടപ്പിലാക്കി. അതാണ് ഈ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യം. ആദ്യ മാസം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അല്ലെ? സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട, അവർ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ ഞങ്ങളുടെ വാഗ്ദാനം ഞങ്ങൾ ആദ്യ മാസം തന്നെ നടപ്പിലാക്കി. നിങ്ങൾ എപ്പോഴാണ് നടപ്പാക്കിയത്? നിങ്ങൾ ഇറങ്ങിപ്പോരുമ്പോ നിങ്ങൾ അത് തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നാണം കെട്ട് തോറ്റമ്പിയപ്പോ
എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട്, ഈ സ്ത്രീകളുടെ കണ്ണ് പൊടിയിടാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവസാനത്തെ ഫെബ്രുവരി മാസത്തിലും മാർച്ച് മാസത്തിലും 1000 രൂപ വീതം കൊടുത്തു. എന്നിട്ട് വല്ല കാര്യം ഉണ്ടായോ എന്ന് പറയാം. സ്ത്രീകൾക്ക് അറിയാമായിരുന്നു നിങ്ങൾ ചെയ്തത് ശുദ്ധ തട്ടിപ്പാണ്. നിങ്ങൾ 10 കൊല്ലം അവരെ കളിപ്പിച്ചു അല്ലേ, 10 കൊല്ലം അവരെ വഞ്ചിച്ചു. സതീശൻ പറഞ്ഞു. മറ്റൊന്ന്, ഇവിടെ ആശാവർക്കർമാർ അല്ലേ, കേരളത്തിലെ ഏറ്റവും താഴേക്കടയിലുള്ള സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയാണ് ആശാവർക്കർമാർ. അവര് എത്ര ദിവസം 285 ദിവസം സെക്രട്ടേറിയറ്റ് പഠിക്കാൻ സമരം ഇരുന്നില്ലേ, പെരാപ്പിന് മഴയത്ത് അല്ലേ, പൊരിവെയിലിൽ. എന്നിട്ടോ 10 പൈസ കൂട്ടിക്കൊടുത്തോ? ഇതാണോ നിങ്ങളുടെ സ്ത്രീ സ്നേഹം? ഞങ്ങളാണ് സ്ത്രീപക്ഷം എന്നാ പറയുന്നത്. ഇടതുപക്ഷം പറഞ്ഞു ഞങ്ങൾ സ്ത്രീപക്ഷം. എന്ത് സ്ത്രീപക്ഷമാണ് എന്ന് സതീശ് ചോദിക്കുകയാണ്. ഉത്തരവുണ്ടോ? കാരണഭൂതത്തിന് ഉത്തരം പറയാനുണ്ടോ? നിങ്ങൾ ആശാവർക്കർമാർക്ക് 10 പൈസ കൂട്ടിക്കൊടുത്തില്ല. ആ പകരം അവരുടെ മുഖത്ത് നോക്കിയിട്ട് സുരേഷ് ഗോപിയുടെ ഉമ്മ വാങ്ങാൻ വന്നവരല്ലേ നിങ്ങൾ പാട്ട കുലുക്കികളല്ലേ, നിങ്ങൾ ഈർക്കൽ പാർട്ടികളല്ലേ, നിങ്ങൾ സാംക്രമിക രോഗം പരത്തുന്ന കീടാണുക്കളല്ലേ എന്നൊക്കെയല്ലേ വിളിച്ചത്. അർദ്ധരാത്രി കോരിച്ചെറിയുന്ന മഴയത്ത് ഒരു ടാർപോളിൻ ഷീറ്റിന്റെ താഴെ ഈ പറയുന്ന സ്ത്രീകൾ തണുത്ത് വിറങ്ങലിച്ച് കിടക്കുമ്പോൾ പിണറായി തന്റെ പോലീസിനെ പറഞ്ഞയച്ചു. എന്തിനു വേണ്ടി? ആ ടാർപോളിൻ ഷീറ്റ് ഊരി മാറ്റാൻ വേണ്ടിയിട്ട്. അന്ന് രാത്രി മുഴുവൻ മഴ കൊണ്ട് വിറങ്ങലിച്ചു ആ സ്ത്രീകൾ. പിറ്റേ ദിവസമാണ് സുരേഷ് ഗോപി അവർക്ക് കൊട കൊടുത്തത്. അപ്പോഴാണ് ഒരു CITU നേതാവ് വന്ന് പ്രസംഗിച്ചത്. കൊട മാത്രമേ തന്നില്ലോ, ഉമ്മയും തന്നോ എന്നാ ചോദിച്ചത്. കുട മാത്രമേ തന്നുള്ളൂ, ഉമ്മയും തന്നോ എന്ന് ചോദിക്കുന്ന അധമന്മാരാണ് ഈ പറയുന്ന പ്രതിപക്ഷത്തിരിക്കുന്നത്. അവിടെയാണ് ആര് സ്കോർ ചെയ്യുന്നത്? VD സതീശൻ. എന്നിട്ട് കൃത്യമായി ഇന്നത്തെ നിയമസഭയിൽ വളരെ കൃത്യമായി സതീശൻ പറഞ്ഞു, സ്ത്രീപക്ഷം എന്ന് പറയുന്നത് ഞങ്ങളാണ്. കാരണം ഞങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു. ഈ സൗജന്യ യാത്രാ പദ്ധതിയിലൂടെ ഈ ആശാവർക്കർമാർക്ക് ഈ രീതിയിലുള്ള ഒരു വേതന വർധന നിങ്ങൾ 10 പൈസ കൊടുത്തില്ല. ഞങ്ങൾ 3000 രൂപ കൂട്ടിക്കൊടുത്തു. അവർ സംതൃപ്തരാണ്. ഇനിയും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമ്പോൾ കൂടുതൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ എണ്ണി VD സതീശൻ പറയുകയാണ്. അറിയാലോ, ഈ മദ്യത്തിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ഞാൻ അതിന്റെ കാര്യം ഞാൻ തുടങ്ങി, അപ്പോഴാണ് ഒന്ന് വഴിമാറിപ്പോയത്. ഈ മദ്യത്തിന്റെ കാര്യത്തിൽ വളരെ കൃത്യമായി തന്റെ നിലപാടുകൾ ഉറച്ചു നിൽക്കുകയാണ് സതീശനോടൊപ്പം. ഈ ദേശാഭിമാനി ഓരോ ദിവസവും പറയും സതീശനെതിരെ കോൺഗ്രസിനുള്ളിൽ കലാപം, UDF-ൽ കലാപം. ഏത് കലാപം? ആരാ കലാപം ഉണ്ടാക്കുന്നത്? ഈ ദേശാഭിമാനിക്കാർ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ കോൺഗ്രസിനുള്ളിൽ മുഴുവൻ പൊട്ടിത്തെറി കലാപം സതീശനെതിരെ ഒരു കലാപമില്ലടോ, ഒരു കലാപവുമില്ല. ആർക്കാണ് സതീശന്റെ നയപരിപാടികളോട് എതിർപ്പ്? ആർക്കുമില്ല. കാരണം എല്ലാവരും ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ. നമുക്കറിയാലോ, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അല്ലെങ്കിൽ അതിനുശേഷം മുഖ്യമന്ത്രി ആരാവണം എന്നുള്ള തർക്കമൊക്കെ വന്നപ്പോ സതീശന്റെ ഭാഗത്ത് MLA-മാർ കുറവായിരുന്നു. KC വേണുഗോപാലിന്റെ പക്ഷത്തായിരുന്നു കൂടുതൽ. അത് കഴിഞ്ഞാൽ പിന്നെ ചെന്നിത്തലയുടെ ഭാഗത്ത്. ഇപ്പൊ എല്ലാവരും ഗ്രൂപ്പൊക്കെ മറിഞ്ഞ് അതിശക്തനായ ഒരു ഭരണാധികാരിയാണ് VD സതീശൻ എന്ന് ഓരോ ദിവസവും സതീശൻ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. സതീശന്റെ ഒപ്പം എല്ലാ MLA-മാരും സതീശനൊപ്പം തന്നെയാണ്. അല്ലാതെ ചെന്നിത്തലയുടെ ഭാഗത്ത് കുറയണം, KC വേണുഗോപാലിന്റെ ഭാഗത്ത് കുറയണം എന്നൊക്കെയാണ് ദേശാഭിമാനി സ്വപ്നം കാണുന്നത്. അങ്ങനെയല്ല, എല്ലാവരും സതീശനോടൊപ്പമാണ്. ഒരു ചെറു എതിർപ്പ് പോലും ഈ മദ്യത്തിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. ഈ സതീശനും ലിജുവും തമ്മിൽ തെറ്റിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ തമ്മിൽ ഒരു ആശയ ഐക്യവുമില്ല. സതീശന്റെ അടുത്തേക്ക് പോയി VD സതീശന്റെ അടുത്തേക്ക് ലിജു പോയിട്ട് ക്ഷോഭിച്ചു, പൊട്ടിത്തെറിച്ചു എന്നൊക്കെ വാർത്തകൾ ഉണ്ടാക്കുന്നു. ഇവിടെ ലിജുവും സതീശനും തമ്മിൽ ഒരു പ്രശ്നമില്ലെന്ന് ഇവർ തന്നെ പറയുന്നു. കാരണം സതീശന്റെ ഈ നികുതി പ്രഖ്യാപനത്തെ ലിജു അത് ഉൾക്കൊള്ളുകയാണ്. കാരണം ഇത് നയം തീരുമാനിച്ചു കഴിഞ്ഞ് ഈ ഒരു വീര്യം കുറഞ്ഞ മദ്യം ഇവിടെ വിൽപ്പന നടത്താനാണ് മദ്യനയത്തിൽ തീരുമാനിക്കുന്നതെങ്കിൽ VD സതീശന്റെ ഈ ടാക്സ്, അതല്ലെങ്കിൽ അങ്ങനെ ഒരു നയം വേണ്ട എന്നാണ്, ഈ നയത്തിൽ അങ്ങനെ ഒരു വിൽപ്പന വേണ്ട എന്നാണെങ്കിൽ വേണ്ട, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിൽപ്പെട്ട ഈ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാകാൻ ശ്രമിക്കുന്ന ആൾക്കാർ ഇയാളപ്പം കാണാനില്ലല്ലോ, VM സുധീരനെ കാണാനില്ലല്ലോ. VM സുധീരനെ ആദ്യമൊക്കെ ഇങ്ങനെ കുറെ ഒച്ചപ്പാടും മേളൊക്കെ ഉണ്ടാക്കാൻ നോക്കി. പക്ഷേ VM സുധീരന് മനസ്സിലായി. കാരണം VM സുധീരന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റുകൾ നോക്കണം. VM സുധീരന്റെ പോസ്റ്റിനെ കീഴെ തെറിവിളിയാണ്. അതോട് തന്നെയാണ് VM സുധീരൻ നിർത്തിയത്. VM സുധീരന് മനസ്സിലായി പണ്ട് ഉമ്മൻചാണ്ടിയോട് കളിക്കുന്ന പോലെ സതീശനോട് കളിക്കാൻ നിന്നാൽ, കാരണം കാലം മാറി ആൾക്കാർ വളരെ കൃത്യമായി കാര്യങ്ങളൊക്കെ തിരിച്ചറിയുന്നു. ഇനിയും VM സുധീരൻ മിണ്ടില്ല VM സുധീരൻ. അതുകൊണ്ടാണ് VM സുധീരന്റെ ഏറ്റവും അവസാനത്തെ പോസ്റ്റ് പിണറായി വിജയനെതിരെയാണ്. കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനെതിരെ ഒരു പോസ്റ്റ് ഇട്ട ശേഷം ഈ VM സുധീരന്റെ ഈ ഫേസ്ബുക്കിലെ പുതിയ പോസ്റ്റുകളൊന്നും വന്നിട്ടില്ല. നിങ്ങൾ നോക്കിയാൽ അറിയാം നിങ്ങൾക്ക്. അപ്പോൾ VD സതീശൻ ഓരോ ദിവസം ചെല്ലുന്തോറും കരുത്തനായി മാറുകയാണ്. കോൺഗ്രസിൽ K. കരുണാകരൻ എങ്ങനെയായിരുന്നു, ഉമ്മൻചാണ്ടി എങ്ങനെയായിരുന്നു, ആന്റണി എങ്ങനെയായിരുന്നു, അതേപോലെ ഏറ്റവും ശക്തനായ ഒരു ഭരണാധികാരിയായി VD സതീശൻ കഴിഞ്ഞ 40 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 50 ദിവസത്തിനുള്ളിൽ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
ഇനി പ്രതിപക്ഷം എന്തൊക്കെ ഒച്ചപ്പാടുകളും ബഹളവും ഉണ്ടാക്കിയാലും സതീശനെ സംബന്ധിച്ചിടത്തോളം സതീശനൊരു പ്രശ്നമല്ല. ഇനി ഒരു ചെറിയൊരു അപകടമുള്ളത് ഹൈക്കമാൻഡ് മാത്രമാണ്. ഹൈക്കമാൻഡ് വി.ഡി. സതീശനെ എത്രമാത്രം പ്രൊട്ടക്ട് ചെയ്യും എന്നുള്ളത് മാത്രമാണ്. അവിടെ കെ സി വേണുഗോപാൽ അധികം ഇനി ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കേണ്ട കാര്യമില്ല. കാരണം ഗ്രൗണ്ട് സപ്പോർട്ട് വി.ഡി. സതീശനാണ്. എല്ലാ ഘടകകക്ഷികളും ലീഗ് ഉൾപ്പെടെ. ഇപ്പം ലീഗിനൊക്കെ തെറ്റിപ്പിക്കാൻ എന്തൊക്കെയാണ് സഖാക്കന്മാർ നോക്കുന്നത് അല്ലേ? ഇപ്പൊ കെ എം ഷാജിക്കെതിരെ ഷംസുദ്ദീനെതിരെ എന്തൊക്കെയാണ് ഇവർ വിളിച്ചു പറയുന്നത്. പക്ഷേ കെ എം ഷാജിയും ഷംസുദ്ദീനൊക്കെ വളരെ കൃത്യമായി സതീശന്റെ കൂടെ, സതീശൻ വെട്ടിത്തെളിയിക്കുന്ന ആ പാതയിലൂടെ അവർ വളരെ കൃത്യമായ അജണ്ടയോടെ, കൃത്യമായ വിഷനോടെ അവർ മുന്നോട്ട് നീങ്ങുമ്പോൾ പ്രതിപക്ഷമാകെ വിറളി പോണ്ട് അല്ലെ? അവർക്ക് മറ്റൊന്നും ചെയ്യാനില്ല. അവർ ആകെ ചെയ്യാനുള്ളത് അവർക്ക് കൂക്കി വിളിക്കുക എന്നുള്ളത് മാത്രമാണ്. ഇനിയും നിയമസഭാ സമ്മേളനങ്ങളിൽ നമുക്ക് കേൾക്കാം ഇവരുടെ കൂക്കി വിളികൾ. എന്ത് കൂക്കി വിളികളാണെങ്കിലും സതീശൻ പറയും, നിങ്ങൾ കൂക്കി വിളിച്ചോ, നിങ്ങൾ അലറിക്കോ, ഒരു പ്രശ്നവുമില്ല, ഞാൻ പറയേണ്ടത് പറയും, ചെയ്യേണ്ടത് ചെയ്യും. കഴിഞ്ഞ 18-ാം തീയതിയാണ് വി.ഡി. സതീശൻ സർക്കാർ അധികാരമേൽക്കുന്നത്. മെയ് 18-ന്. ഏതാണ്ട് 45-50 ദിവസം അല്ലേ? ഒരു 50 ദിവസം എന്ന് പറയാം. ഒരു 50 ദിവസം ആയിട്ടില്ല UDF സർക്കാർ അധികാരമേറ്റിട്ട്. നമുക്ക് വി.ഡി. സതീശൻ എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ വി.ഡി. സതീശന്റെ ഇനിയുള്ള നാളുകൾ എങ്ങനെയായിരിക്കും, ഞാൻ അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി സംവദിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം അറിയാലോ, കഴിഞ്ഞ ഈ പറയുന്ന 18-ാം തീയതി മുതൽ ഇന്നേ ദിവസം വരെ വി.ഡി. സതീശൻ എങ്ങനെയൊക്കെയാണ് തൻ്റെ നിലപാടുകൾ വ്യക്തമാക്കിയത്. ഒരുപാട് ആരോപണങ്ങൾ സതീശനെതിരെ ഉയർന്നു. പക്ഷെ സതീശൻ ഒരണുവിട പോലും തൻ്റെ നിലപാടുകളിൽ നിന്ന്, തൻ്റെ ബോധ്യങ്ങളിൽ നിന്ന് ഇളകിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്ന് പറഞ്ഞാൽ വളരെ ക്ലാരിറ്റി, പറയുന്ന കാര്യങ്ങൾ, ചെയ്യുന്ന കാര്യങ്ങൾ, അതിലുള്ള ക്ലാരിറ്റി. പിന്നെ സതീശൻ്റെ ഒരു വിഷൻ ഉണ്ടല്ലോ അല്ലേ? കേരളത്തെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, അത് നമ്മുടെ ഈ പുതുയുഗ യാത്ര നടത്തിയ ആ കാലഘട്ടം മുതൽ നമുക്ക് ബോധ്യമായതാണ്. അതായത് സതീശനെ പഠിക്കുന്ന ഒരാൾക്ക് സതീശന്റെ ആ ഒരു വിഷൻ, കേരളത്തെ എങ്ങനെ മുന്നോട്ട് നയിക്കണം. കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ സംഭവിച്ചത് ഒരു ഒട്ടും യാഥാർത്ഥ്യബോധമില്ലാതെ ചില മുരടൻ നയങ്ങളിൽ പെട്ട്, അതായത് കേരളത്തിന്റെ മുന്നോട്ടുള്ള കുതിപ്പിന് ചാലക ശക്തി ആവേണ്ടുന്ന ഒരു സാമ്പത്തിക ഭദ്രത അത് നേടിയെടുക്കാൻ കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ കഴിഞ്ഞില്ല. പിണറായി വിജയൻ സർക്കാരിന്റെ ഏറ്റവും വലിയ പരാജയം അതായിരുന്നു. ആകെ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കേന്ദ്രത്തിനെതിരെ കുറ്റം പറയും. കേന്ദ്രം തന്നില്ല. അതിന് പകരം സംസ്ഥാനത്തിന് എങ്ങനെ ഒരു സ്വയം പര്യാപ്തത നേടാൻ പറ്റും? ഒരുപാട് രംഗമുണ്ടല്ലോ അല്ലേ? വ്യവസായ രംഗത്ത് എങ്ങനെ മുന്നേറാൻ പറ്റും? അതിന് പകരം പ്രോപ്പഗണ്ട അടിച്ചു വിടുകയായിരുന്നു പിണറായി വിജയൻ സർക്കാർ. അതാ ചെയ്തത്. പിണറായി വിജയൻ സർക്കാർ എന്ന് പറയുന്നത് ആ സർക്കാരിലെ എല്ലാ മന്ത്രിമാരും എല്ലാവരും ഒന്നിനൊന്ന് മത്സരിക്കുകയായിരുന്നു ഈ ഇല്ലാ കഥകൾ ഉണ്ടാക്കാൻ. ഇപ്പൊ പി രാജീവ് വ്യവസായ മന്ത്രിയാണ്. പി രാജീവ് ഇയാൾ പറഞ്ഞ ശുദ്ധ ഭോഷ്കുകൾ അല്ലേ, ആന മണ്ടത്തരങ്ങൾ. അതായത് ഇയാളുടെ സംസാരം കേട്ടാൽ വിചാരിക്കും കേരളം ഇങ്ങനെ വ്യവസായ രംഗത്ത് കുതിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായ രംഗത്തുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ കിറ്റക്സിന്റെ സാബു എം ജേക്കബിനെ ഇവിടുന്ന് ഓടിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സാബു എം ജേക്കബ് ഏറ്റവും വലിയ തെലങ്കാനയിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു വ്യവസായ ശാലക്ക് അദ്ദേഹം രൂപം കൊടുത്തു. അവിടെ 5000-ഓളം പേർക്ക് തൊഴിൽ നൽകുന്ന ഏറ്റവും വലിയൊരു വ്യവസായശാല അവിടെ സ്ഥാപിച്ചു. യഥാർത്ഥത്തിൽ അത് കേരളത്തിൽ സ്ഥാപിക്കേണ്ടതായിരുന്നു. അദ്ദേഹത്തെ ഇവിടുന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കി ഓടിപ്പിച്ചു. ശ്രീനിജൻ MLA മുതൽ ഏതാണ്ട് എല്ലാ ഇത്തരത്തിലുള്ള അന്തംകമ്മികളും ഈ മേൽത്തട്ടിൽ നിന്ന് താഴെത്തട്ട് വരെ. ഇപ്പൊ പിണറായി വിജയന്റെ ഒക്കെ ഏറ്റവും അടുത്ത സഹയാത്രികനായിരുന്നു സാബു എൻ ജേക്കബ്. എന്നോട് തന്നെ പല ഇന്റർവ്യൂകളും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്ന് പറഞ്ഞാൽ പിണറായി വിജയന് പല വികസന പദ്ധതികളും രൂപപ്പെടുത്തി കൊടുത്ത ആള് സാബു എൻ ജേക്കബ് ആയിരുന്നു.
പക്ഷേ സാബു എൻ ജേക്കബ് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു എന്നുള്ള ആ ഒരു ഘട്ടത്തിലാണ് ഇവർ തമ്മിൽ തെറ്റുന്നത്. കാരണം അങ്ങനെ സാബു എൻ ജേക്കബ് ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി 2020 അങ്ങനെ മുന്നോട്ട് പോകേണ്ട. 2020 എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ CPM-ന് ഒരു എന്താ പറയുക മുന്നോട്ടുള്ള കുതിപ്പിന് ഒരു പ്രതിബന്ധമാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് സാബു എൻ ജേക്കബിനെ തഴഞ്ഞത്. സാബു എൻ ജേക്കബിനെ കേരളത്തിൽ നിന്ന് ഓടിച്ചു. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, അപ്പോൾ വ്യവസായ രംഗത്ത് എന്തെങ്കിലും ഒരു ചലനം സൃഷ്ടിക്കാനായിട്ടില്ല. ഒരുപാട് മറ്റേ വിദേശ മൂലധനം സ്വരൂപിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചപ്പടാച്ചി പദ്ധതികൾ ആരെങ്കിലും എന്തെങ്കിലും നിക്ഷേപിച്ചോ? പിണറായി വിജയൻ നമ്മളോട് പറഞ്ഞ ഏറ്റവും വലിയൊരു കള്ളത്തരം നിങ്ങളുടെ പലരുടെയും ഓർമ്മയിലുണ്ടാവും. അതായത് 3 ലക്ഷം കോടി, 3.5 എനിക്ക് സംശയമുണ്ട്, എന്തെങ്കിലും ആവട്ടെ, 3 നമ്മൾ വിചാരിക്കാം, 3 ലക്ഷം കോടി, 3 കോടിയല്ല കേട്ടോ, 3 ലക്ഷം കോടി രൂപ കേരളത്തിൽ മുതൽ മുടക്കാൻ വേണ്ടിയിട്ടേ 3 ലക്ഷം കോടി രൂപ കേരളത്തിൽ മുതൽ മുടക്കാൻ വേണ്ടിയിട്ട് ഒരു വ്യവസായ മന്ത്രിയെ സമീപിച്ചത്രേ. എന്നിട്ട് പിണറായി വിജയനെ കാണാൻ വന്നത്രേ. ആരാണ് ആ മണ്ടൻ മുതലാളി എന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല കേട്ടോ. ഇങ്ങനെ ഒരാൾ, അതായത് 3 ലക്ഷം കോടിയെ കേരളത്തിന്റെ ചരിത്രത്തിൽ അങ്ങനെ ഒരു വ്യവസായ സംരംഭം ഇന്നവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു എന്നിട്ട് അയാൾ പറയണത്രേ, വ്യവസായം തുടങ്ങാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യം കേരളത്തിലാണ് എന്ന്. ആരോടാണ് ഈ തള്ള് അല്ലേ? ഇന്നവരെ പിണറായി പറഞ്ഞിട്ടില്ല ആരാണ് അങ്ങനെ ഒരാളില്ലല്ലോ എന്ന് പറഞ്ഞ് തള്ളി മറക്കുക. അങ്ങനെയാണ് നമ്മുടെ പി രാജീവ് ചെയ്തത്. പി രാജീവ് എന്താ പറഞ്ഞത്? ഇവിടെ 2 ലക്ഷം വ്യവസായങ്ങൾ അല്ലെ, 2 ലക്ഷം സംരംഭങ്ങൾ ഉണ്ടായി. 2 ലക്ഷം സംരംഭങ്ങൾ ഉണ്ടായിന്ന്. എവിടെ? ഏത് സംരംഭം? ഇവിടെ ഓംലെറ്റ് അടിക്കുന്ന പെട്ടിപ്പീടിയ, ഒരു പാവം പെണ്ണുങ്ങളെ എവിടെന്നെങ്കിലും പൈസ വാങ്ങിയിട്ട് ഒരു ടൈലറിംഗ് മെഷീൻ എവിടെയും സ്ഥാപിക്കുക, കടലമിഠായി സ്കൂളിന്റെ മുന്നിൽ വിൽക്കുന്ന ഒരു പെട്ടിക്കച്ചവടക്കാരൻ, ഇവരൊക്കെയാണ് പി രാജീവിന്റെ സംരംഭകർ. 2 ലക്ഷം സംരംഭകർ ഉണ്ടായത്രേ. ഇങ്ങനെ എന്താ പറയാ തള്ളിമറിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞിട്ട് വന്നത് വ്യവസായ രംഗത്തെ മുരടിപ്പ്, കാർഷിക രംഗത്ത് എന്താണ് കാർഷിക രംഗത്ത് ഇവിടെ സംഭവിച്ച കാര്യം? ഇപ്പോഴും 2 ദിവസം മറ്റേ തമിഴ്നാട്ടിൽ നിന്ന് ലോറികൾ വന്നില്ലെങ്കിൽ തീർന്നു. കേരളത്തിലെ അടുക്കളകളൊന്നും പുകയില്ല. നമ്മളെ നെല്ല്, പച്ചക്കറി, പഴങ്ങൾ ഒന്നും എന്ന് പറഞ്ഞാൽ കാർഷിക രംഗത്തെ മുരടിപ്പ്, വ്യവസായ രംഗത്തെ മുരടിപ്പ്. വിദ്യാഭ്യാസ രംഗത്താണ് പിന്നെ പറയാനില്ലല്ലോ. വിദ്യാഭ്യാസ രംഗത്ത് ഇവിടുത്തെ വിദ്യാർത്ഥികൾ മുഴുവൻ അന്യ സംസ്ഥാനങ്ങളിലേക്ക്, വിദേശങ്ങളിലേക്കൊക്കെ പോകുന്ന സ്ഥിതി. ഇങ്ങനെ വൈദ്യുതി ഇപ്പൊ പറയുന്നത് വൈദ്യുതി എന്നാൽ പവർ കട്ട് തുടങ്ങി. ഈ 40 ദിവസം കൊണ്ട് ഒരു പുതിയ ഭരണകൂടത്തിന് വൈദ്യുതി ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കാനൊന്നും പറ്റില്ലല്ലോ. 40 ദിവസം കൊണ്ട് എന്തായാലും പുതിയ വൈദ്യുതി പദ്ധതികളൊന്നും ഇവിടെ കൊണ്ടുവരാനൊന്നും പറ്റില്ലല്ലോ. ഈ 10 വർഷം ഭരിച്ചിട്ട് പിണറായി വിജയൻ ഒരു യൂണിറ്റ് വൈദ്യുതി ഇവിടെ അതിയായിട്ടുണ്ടാക്കിയത് നമുക്കൊക്കെ അറിയാം. കാരണം ഈ വൈദ്യുതിയുടെ ഉപഭോഗം ഓരോ ദിവസം കൂടിക്കൂടി വരികയാണ്. എന്ന് പറഞ്ഞാൽ ഒന്ന് എ സി ഉപയോഗിക്കുന്ന പണ്ടൊക്കെ AC എന്ന് പറയുന്നത് ഈ ധനാഢ്യരുടെ വീടുകളിൽ മാത്രം കാണുന്ന ഒരു അപൂർവ വസ്തുവായിരുന്നു AC. ഇന്നതല്ല എല്ലാ വീടുകളിലും AC. പ്രത്യേകിച്ചും നമ്മുടെ ഈ മഴയൊന്നും മാറിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഉഷ്ണകാലം പിടിച്ചു നിൽക്കണമെങ്കിൽ ഒരു സാധാരണ കുടുംബത്തിൽ പോലും ഒരു AC എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്. മറ്റൊന്ന് ഇലക്ട്രിക് വെഹിക്കിൾസ് അല്ലെ, വൈദ്യുതി കൊണ്ട് ഓടുന്ന വാഹനങ്ങൾ, കാറും സ്കൂട്ടറും മുതൽ ഒരുപാട് അത്തരത്തിലുള്ള വാഹനങ്ങളുടെ ആധിക്യം, ഓട്ടോറിക്ഷ മുതൽ ഇത് ചാർജ് ചെയ്യാൻ ആവശ്യം. എന്ന് പറഞ്ഞാൽ വൈദ്യുതിയുടെ ഉപഭോഗം കേരളത്തിൽ ഇങ്ങനെ കൂടി വരികയാണ്. ഒരു പരിധിവരെ നമ്മുടെ സോളാർ വൈദ്യുതി ഇതിന്റെ ഈ അമിതമായ ഈ വർധനയ്ക്ക് ഒരു ചെറിയ രീതിയിൽ തടയിടാൻ പക്ഷെ സോളാർ വൈദ്യുതി സ്റ്റോർ ചെയ്യാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഇതുവരെ കഴിഞ്ഞ 10 വർഷമായിട്ട് അത്തരത്തിൽപ്പെട്ട ഒരു സ്റ്റോറേജ് ഫെസിലിറ്റി ഒരുക്കാൻ ഇടതുപക്ഷത്തിന് പറ്റിയിട്ടില്ല. അപ്പോൾ വൈദ്യുതി രംഗത്ത്, ഭക്ഷ്യരംഗത്ത്, പിന്നെ സാധാരണ ജനങ്ങൾക്ക് സഹായപ്രദമായ രീതിയിൽ വിലക്കയറ്റമൊക്കെ തടയുന്നതിന് വേണ്ടിയുള്ള സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ഒരു ഇടപെടൽ ഒന്നുമില്ല. കാരണം ഇപ്പോഴും സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് ഏതാണ്ട് 3000 കോടിയോളം കൊടുക്കാനുണ്ട്. ഓരോ മേഖലയിലും ഇങ്ങനെ തളർന്നു കിടക്കുകയാണ്. അവിടെയാണ് ആ തളർന്നു കിടക്കുന്ന, ആകെ മുരടിച്ചു കിടക്കുന്ന ഒരു കേരളത്തെ ഒരു പുതുയുഗത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ് സതീശൻ വന്നത്. സതീശനെ നമുക്ക് സമ്മതിക്കാതിരിക്കാൻ വയ്യട്ടോ. കാരണം ഇങ്ങനെ 10 വർഷം കട്ടുമുടിച്ചിട്ട് ഒന്നുമില്ലാതെ കിടക്കുന്ന, കടത്തിൽ കൂപ്പുകുത്തി കിടക്കുന്ന കടത്രയാണ് 5.07 ലക്ഷം കോടി. വൈറ്റ് പേപ്പറിൽ പറഞ്ഞതാണ് അല്ലേ, ധവളപത്രത്തിൽ പറഞ്ഞതാണ് 5.07 ലക്ഷം കോടി.
ആർക്കും ഒരു ഇതാണ് ജി സുധാകരൻ പറഞ്ഞത്. ഈ 5.07 ലക്ഷം കോടിയിൽ 1.25 ലക്ഷം കോടി കട്ടുമുടിച്ചതാണ്. 1.25 ലക്ഷം കോടി ഇതിൻ്റെ അകത്ത് കട്ടുമുടിച്ചതാണ്. അതാണ് ഈ കടം വാങ്ങിയിട്ട് കട്ടുമുടിക്കുക. ഇത് ജി സുധാകരൻ പറഞ്ഞതാണ്. നമ്മൾ ഓരോ പദ്ധതിക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി കടം വാങ്ങുമ്പോൾ ഓരോ ലക്ഷം രൂപ കടം വാങ്ങുമ്പോൾ അതിൽ 1/3 ഭാഗം ഇവരുടെ പോക്കറ്റിലേക്ക് പോകും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കട്ടുമുടിക്കുന്ന ഒരു സർക്കാർ, ആകെ തകർന്നു കിടക്കുന്ന കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥ. മറ്റൊരു കാര്യം കൂടി സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു കേട്ടോ. ഞാൻ ഈ സതീശൻ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് നിങ്ങളുമായി ഈ വീഡിയോയിൽ ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ദിവസം സതീശൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പണ്ട് ഇവർ പറഞ്ഞത് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് 18 മാസത്തെ ക്ഷേമ പെൻഷൻ കൊടുത്തില്ല എന്നായിരുന്നു. ഈ അന്തംഗമികളൊക്കെ നാട്ടിൽ ഇങ്ങനെ പാടന്മാർ പാട്ടുപാടി നടക്കുന്ന പോലെ പാടി നടന്നിരുന്നത്. ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ 18 മാസത്തെ പെൻഷൻ കുടിശ്ശിക. ഇത് ഐസക്കിന്റെ വൈറ്റ് പേപ്പറിൽ വളരെ കൃത്യമായി പറയുന്നത് 3 മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നുള്ളൂ. 3 മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ഇവർ 18 മാസം എന്ന് പറയുന്നത്. ആ 3 മാസത്തെ കുടിശ്ശിക ആയിരുന്നില്ല. അത് ചില സാങ്കേതികമായ, അതായത് ഈ പെൻഷൻ വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ചില സാങ്കേതികമായ തടസ്സങ്ങൾ മൂലം 3 മാസത്തെ പെൻഷൻ മുടങ്ങി. അത്രേ ഉണ്ടായിട്ടുള്ളൂ. അതാണ് 18 മാസത്തെ പെൻഷൻ മുടങ്ങി എന്ന് പറയുന്നത് ഇവർ പാട്ടുപാടി നടക്കുന്നത്. ഇപ്പൊ സതീശൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? 16 മാസത്തെ പെൻഷൻ മുടങ്ങി കിടക്കുകയാണ്. എത്ര പേർക്ക് അറിയാത്? അതായത് ക്ഷേമ പെൻഷൻ എല്ലാ മാസവും കൃത്യമായി കൊടുത്തു എന്നാണ് പറയുന്നത്. എങ്ങനെ കൊടുത്തു? പെൻഷൻ കമ്പനി എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. പെൻഷൻ കമ്പനി എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു സംവിധാനം ഈ പറയുന്ന കള്ളന്മാരുണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് പിണറായി ഒരുപാട് കിഫ്ബി പോലെ ഉണ്ടാക്കിയ ഒരു സമാന്തര സംവിധാനമാണ് ഈ പെൻഷൻ ഫണ്ട്. പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പെൻഷൻ ഫണ്ട് നിന്ന് കടമെടുക്കും. പെൻഷൻ ഫണ്ട് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കടമെടുക്കും. അങ്ങനെ പെൻഷൻ ഫണ്ട് കടമെടുത്ത 17,000 കോടി, എത്രയാണ്? 17,000 കോടി രൂപ പെൻഷൻ ഫണ്ടിന് കടമുണ്ട്. ഇവരെ ഇറങ്ങി പോകുമ്പോ ഈ 6,000 കോടി മറ്റേ ഖജനാവിൽ 6,000 കോടി ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണല്ലോ ഈ അന്തംഗമികൾ ഇറങ്ങിപ്പോയത്. ആ സമയത്ത് പെൻഷൻ ഫണ്ട് എന്ന് പറയുന്ന ഈ സംവിധാനത്തില് 17,000 കോടി കടം വരുത്തി വെച്ചിട്ടാണ് ഇവർ ഇറങ്ങിപ്പോകുന്നത്. ഇതിന്റെ അകത്ത് നിർത്തിട്ടാണ് കടം വാങ്ങിയ ഈ പൈസ കൊണ്ടാണ് എന്ത് ചെയ്തത്? പെൻഷൻ കൊടുത്തത്. ഏതാണ്ട് 1,100 കോടിയാണ് ഒരു മാസം പെൻഷൻ കൊടുക്കാൻ വേണ്ടത് എന്നാണ് വി ഡി സതീശൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 16 മാസത്തെ പെൻഷൻ കടമാണ്. ആ കടം വരുത്തി വെച്ചിരിക്കുകയാണ്. ആ കട ആരാ വീട്ടേണ്ടത്? പിണറായി വിജയന്റെ തറവാട്ടിൽ നിന്ന് ഉണ്ടായിക്കാണ്ട് ഇത് വിട്ടുവോ? അല്ലെങ്കിൽ മരുമോന്റെ തറവാട്ടിൽ നിന്ന് ഉണ്ടായിക്കാണ്ട് വിട്ടുവോ? എന്ന് പറഞ്ഞാൽ ഈ പുതിയ സർക്കാരിന്, വി ഡി സതീശൻ സർക്കാരിന്റെ തലയിലേക്ക് കടത്തിന്റെ ബാധ്യത ഇങ്ങനെ കൊണ്ട് തള്ളിയിരിക്കുകയാണ്. 5.07 ലക്ഷം കോടി എന്ന് പറയുന്ന വലിയൊരു കടത്തിന്റെ ഒരു കണക്ക് നമ്മളെ പേടിപ്പെടുത്തുന്നല്ലേ? ഉറങ്ങാൻ പറ്റുമോ? 1ഉം 2ഉം ആണോ? 5.07 ലക്ഷം കോടി പെട്ടെന്ന് കൊടുത്തു തീർക്കാൻ വേണ്ടത് 84,000 കോടി. എത്രയാണ്? 84,000 കോടി പെട്ടെന്ന് കൊടുത്തു തീർക്കാനുള്ളത്. അതായത് ഈ മരുന്ന് വിതരണ കമ്പനികൾക്ക്, കരാറുകാർക്ക്, കുട്ടികളുടെ ഈ സ്കോളർഷിപ്പ്, ഈ ആദിവാസി കുട്ടികളുടെ അവരുടെ സ്കോളർഷിപ്പ് 377 കോടി രൂപ കൊടുക്കാനുണ്ട്. കഴിഞ്ഞ ദിവസം തുളസി പറഞ്ഞു ഒരു പത്രസമ്മേളനത്തിൽ, കെ തുളസി, പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി പറഞ്ഞു 377 കോടി രൂപ ഈ SC ST വിഭാഗം വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വർഷങ്ങളായി മുടങ്ങിക്കിടക്കുകയാണ്. സ്കോളർഷിപ്പ് ഒക്കെ എപ്പോഴാണ് വേണ്ടത്? ആ പഠിക്കുന്ന കാലത്തല്ലേ കുട്ടികൾക്ക് വേണ്ടത്? ഇനി അതൊക്കെ പോട്ടെ, ഈ LSS US സ്കോളർഷിപ്പ് LP UP ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് നിസ്സാരമായി 1000 രൂപ 1500 രൂപ ഇതുപോലും കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി കൊടുക്കാതിരുന്ന പിണറായി വിജയൻ സാർ ഇവരെന്ത് പിന്നെ ഒരു ഉളുപ്പുമില്ലാതെ പറയും. ഇപ്പോഴും ഫേസ്ബുക്കിലൊക്കെ ഇവരുടെ ചില പിണറായി വിജയന്റെ ഫോട്ടോ അങ്ങനെ ഇട്ടിട്ടെ, പിണറായി വീണ്ടും തിരിച്ചു വരണേ, നമ്മുടെ നാടിനെ രക്ഷിക്കണേ, ഉളുപ്പില്ലാതെ പറയാണ്.